സംസ്ഥാന ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റ അഡ്വക്കേറ്റ് മോൻസ് ജോസഫിനെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണവും ഉപഹാര സമർപ്പണവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഇവിടെ ഒരു സംരംഭം എടുക്കാൻ വന്നാൽ എന്തെങ്കിലും തകർച്ച നേരിട്ടാൽ അവരുടെ ജീവിതം പോവുകയാണ്. ജപ്തിയും നടപടികളും പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് പകരം പലിശരഹിത വായ്പ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭകരെ സഹായിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ പഠിച്ച് മിടുക്കരാകുന്ന കുട്ടികളെ കേരളത്തിൽ തന്നെ തൊഴിൽ ചെയ്ത് അതിന് പ്രാപ്തരാക്കി സ്റ്റേറ്റിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ യുവതലമുറയെ മാറ്റിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തിന് പുതിയ സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടപ്പാക്കാൻ വരുമ്പോൾ നിങ്ങൾ ഒരു നല്ല കാലത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഇനിയും പഠന രംഗത്ത് കാര്യക്ഷമതയോടെ തുടരാൻ കഴിയണം. നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പുവരുത്തും. നമുക്ക് കൂടുതലായി കേന്ദ്ര ഗവൺമെന്റിന്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിൽ ഇന്നലെ യുവാക്കളും വിദ്യാർത്ഥികളും ഉയർത്തിയ മുദ്രാവാക്യം ഇവിടെ നീതിപൂർവമായി പരീക്ഷാ സംവിധാനം നിർവഹിക്കപ്പെടണം. നീറ്റ് അടക്കമുള്ള പരീക്ഷാ സംവിധാനത്തിൽ വന്ന അപാകതകൾ പരിഹരിക്കപ്പെടണം, തിരുത്തപ്പെടണം. ഇവിടെ കുട്ടികൾക്ക് തൃപ്തികരമായി വിശ്വാസ്യതയോടെ കേരളത്തിലെ PSC നടത്തണം. ഡൽഹിയിൽ കേന്ദ്രത്തിന്റെ നീറ്റ് പരീക്ഷകൾ നടക്കണം. സംസ്ഥാനത്തിലും ദേശീയ തലത്തിലുള്ള പരീക്ഷാ സംവിധാനങ്ങളിൽ വന്ന അപാകതകൾ വിദ്യാർത്ഥികൾക്ക് ഈ രംഗത്ത് വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെതിരായി വന്ന നിലപാടുകളും നീക്കങ്ങളും ഒരു ജനവികാരമായി മാറിയപ്പോൾ തിരുത്തലുകൾ ഉണ്ടാവും എന്നൊരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ചടങ്ങിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും USA ഗ്ലോബൽ ലീഗൽ സെൽ ഹെഡ് അഡ്വക്കേറ്റ് മാത്യു മാപ്പിളേറ്റിനെ ആദരിക്കലും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രമേശ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിമ്മി ടിങ്കുൽ രാജ്, ജോസൻ മുണ്ടയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബോബി തോമസ്, ജ്യോതി ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AN നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അഡ്വക്കേറ്റ് മാത്യു മാപ്പിളേട്ട്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീന മാളിയക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ R, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CB CP ജയൻ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദീപു തോമസ്, സതീഷ് ശ്രീനിലയം, ജിൽസി ജോസഫ്, അഡ്വക്കേറ്റ് ജിഷ്ണ കെ ബിനീജ്, ലിസി അബ്രാഹം, മഹേഷ് കുമാർ AN, രാജേഷ് മോനിപ്പുള്ളിൽ, ശ്രീജ മനോജ്, അരുൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോസ് കളറാത്ത്, M ശ്രീകുമാർ, KK അയ്യപ്പൻ, ദീപു തോമസ് തേക്കുംകാട്ടിൽ, ബോബി മാത്യു കിക്കോലിൽ, സിരേഖ് തോമസ് കാക്കനാട്ട് എന്നിവരും ആശംസ അർപ്പിച്ചു. 2ാം വാർഡ് മെമ്പർ CB ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി.